സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് സ്വർഗത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരുന്നില്ല എന്നുള്ളതാണ് സ്വർഗം. ഇസ്ലാമിന്റെ സ്വർഗത്തെപ്പറ്റി എത്ര പറഞ്ഞു കഴിഞ്ഞാലും അങ്ങോട്ട് തീരത്തില്ല. കാരണം അതിങ്ങനെ വർണ്ണിച്ചാലും തീരാത്ത ഒരവസ്ഥയിലാണ്. ഈ അൻസാരി സുഹരിയാണേലും പറയുന്നത് അത് തന്നെയാണല്ലോ. ഈ സ്വർഗമെന്ന് പറയുന്നത് വളരെ മഹത്താണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ ചിരി വരുന്നുണ്ട്. 10 പേരുടെ മുമ്പിൽ വെച്ച് പറയാൻ ഇവർക്കൊരു നാണമില്ലെങ്കിലും പറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇവർ പറയുന്നത് സ്വർഗത്തിൽ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളുണ്ട്, ഒന്നിനും ഒരു കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പിന്നെയും ഈ സ്വർഗത്തിൻ്റെയൊക്കെ വോയിസും വീഡിയോസും നിങ്ങളെ കേൾപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് കേട്ടിട്ട് ബാക്കിയുള്ള തെളിവുകളൂടെ തരുമ്പോൾ വളരെ സന്തോഷകരമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വീഡിയോസും ഇവർ മുക്കും. നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മുക്കലിൻ്റെ ആൾക്കാരാണ് ഇവർ മുക്കുന്നതിന് ഒരു മടിയില്ല, കള്ളത്തരം പറയുന്നതിന് ഒരു മടിയില്ല എന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇവിടെ സ്വർഗത്തെപ്പറ്റി എത്ര പറഞ്ഞാലും തീരില്ല എന്ന് പറയുന്നതിന്റെ കാരണം പൂറികളും മദ്യപ്പുഴയും ചന്തയിലെ ഇഷ്ടം പോലെ രൂപങ്ങളും എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ കിട്ടും. ഒരു കുഴപ്പമില്ല. മദ്യത്തിന്റെ കുപ്പികൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. ഒരു ഉസ്താദ് ബിവറേജ് കോർപ്പറേഷനിൽ ജോലി എടുക്കുന്നവരെക്കാൾ കൂടുതൽ അതിന്റെ ലേബലിന്റെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, കുപ്പിയുടെ പേരുകൾ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന് അതിന് അറിവുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്നാൽ ഇവർക്ക് മദ്യം ഹറാമാണ്, മദ്യം തൊടാൻ പാടില്ല എന്നാലോചിച്ച് നോക്കണേ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അവസ്ഥയെന്ന് പറയുന്നത്. മദ്യം ഇവർക്ക് ഹറാമാണ്, മദ്യം ഇവർക്ക് തൊടാൻ പാടില്ല. ഇതൊക്കെയാണ്. എങ്കിലും മദ്യത്തെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ആ മുത്തഖികൾക്ക് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ ഉപമ കുടിക്കുന്നവരും കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഓർത്തോളി. ഇനി അങ്ങനെ തൗബ ചെയ്ത് ഇത്ര നാൾ അള്ളാഹ് എല്ലാം തരും. നിങ്ങൾ കുടിക്കണം, തരുന്നുണ്ട്. ഒന്നും പറയാൻ സമയമില്ല. കുടിക്കാനുണ്ട്, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യമുണ്ട്, നിങ്ങൾക്ക് പിന്നെ ഏത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹു തരാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് നീ ആഗ്രഹിക്കുന്ന മുഴുവൻ അള്ളാഹു തരാൻ തരുന്നുണ്ട്. എപ്പോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് വാ, എല്ലാം തരാം. സ്കോച്ച് ഏത് തരത്തില് വേണം? ഹണീബി വേണോ, കൊണ്ടസ വേണോ, വൈറ്റ് മിസ്ചീഫ് വേണോ, ഡോക്ടർ വേണോ, പവർ ഹോഴ്സ് വേണോ, കൊണ്ടസ 3XM 8PM ഏത് സാധനം വേണം? ഇതെല്ലാം. ഇതൊന്നും ഇവിടുത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഈ ചത്ത, എലി, പന്നി ഇതിന്റെയൊക്കെ അംശം എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പക്ഷെ അവിടുന്ന് അള്ളാഹു തരുന്ന ഇതൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിന്റെ ചഷകം നിനക്ക് തരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു തരാം പറയുന്നത് കേട്ടോ. ഇവിടെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം കിട്ടും, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഭൂമിയിൽ മദ്യം ഹറാമാണ്, ഒരു കാരണവശാലും മദ്യം കുടിക്കാൻ പാടില്ല എന്നൊക്കെ ഈ തള്ള് കേൾക്കുമ്പോൾ ഭയങ്കര ചിരിയാ വരുന്നത്. ഇവരുടെയൊക്കെ ധാരണ ഇസ്ലാമിന്റെ പുസ്തകങ്ങൾ ആരും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരുത്തൻ യൂട്യൂബിൻ്റെ അകത്ത് കമന്റ് ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാതെ വന്നിരുന്ന് സംസാരിക്കുന്നതിന്റെ പ്രശ്നമാണ് നിങ്ങൾക്കെന്ന്. അല്ലയോ സുഹൃത്തെ, ഈ പുറകിലിരിക്കുന്നത് പുസ്തകങ്ങള് ഈ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി വെച്ചിരിക്കുന്നതല്ല, ഇത് കാശ് കൊടുത്ത് മേടിച്ച പുസ്തകങ്ങളാണ് പുറകിലിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പുസ്തകങ്ങളാണ്, അല്ലാതെ വെറുതെ വെച്ചിരിക്കുന്നതല്ല. അതുകൂടെ മനസ്സിലാക്കിക്കൂ. നിങ്ങളുടെ ധാരണ നിങ്ങളുടെ ഈ പുസ്തകങ്ങളൊന്നും കിട്ടത്തില്ല, ഈ പുസ്തകങ്ങളൊന്നും നിങ്ങളുടെ ബുക്ക് സ്റ്റാപ്പുകളിൽ നിന്ന് കിട്ടത്തില്ല എന്നൊക്കെയുള്ള ധാരണയാണെങ്കിൽ അതൊക്കെ ചുമ്മാതാണ്. വേണ്ടോളം പുസ്തകം നിങ്ങളുടെ ഉസ്താക്കന്മാരുടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ ഇരിപ്പുണ്ട്. ഞങ്ങളത് വർഷങ്ങളായിട്ട് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് വന്നിട്ട് ഈ മദ്രസ കുഞ്ഞ് വന്നിട്ട് പറയുന്നത്, നിങ്ങൾ വായിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഈ ഖുർആൻ ആയത്തുകളും തഫ്സീറുകളും ഒക്കെ ആയിട്ടുള്ളത് തന്നെയല്ലേ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്, ശരിയല്ലേ? നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ, അല്ല ഞങ്ങളല്ലല്ലോ. ക്രോഡീകരിച്ച് തന്നു എന്നുള്ളത് ശരിയാണ്, ഹദീസൊക്കെ ക്രോഡീകരിച്ച് ഞങ്ങൾ തന്നു എന്നുള്ളത് ശരിയാണ്, ക്രിസ്ത്യാനികൾ ക്രോഡീകരിച്ച് തന്നു, ഇസ്ലാമിലേക്ക് ഒരു പ്രവാചകനെയൊക്കെ തന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ആൾക്കാരിൽ ഇപ്പോഴും മലയാളത്തിലേക്കൊക്കെ പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലല്ലോ.
അതിപ്പോൾ ഈ സ്വർഗത്തിൽ ലഭിച്ചിരിക്കുന്ന അമൂല്യമായിട്ടുള്ള മദ്യം ഭയങ്കര മദ്യമാണല്ലോ. അതിന് നിങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അങ്ങനെ അറിയോ? സുന്നു തിർമിദി അധ്യായം 24 ഹദീസ് നമ്പർ 1842. ഇബ്നു ഉമറിൽ നിന്ന് നബി പറഞ്ഞു, ലഹരി വസ്തുക്കൾ ഏതും മദ്യമാണ്, ലഹരി വസ്തുക്കൾ ഏതും നിഷിദ്ധമാണ്. ആരെങ്കിലും ഇഹത്തിൽ മദ്യപിക്കുകയും അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് അവൻ അത് കുടിക്കുകയില്ല. ഇതാണ് ലഹരി ഏതും മദ്യമാണ്, നിഷിദ്ധമാണ്, എല്ലാ വസ്തുക്കളും മോശമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ മരണപ്പെടുകയും ചെയ്താൽ, അതിപ്പോൾ ലഹരിയുള്ള മദ്യമാണേ അവൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മരണപ്പെടത്തുള്ളൂ. ലഹരിയില്ലാത്ത മദ്യം കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആരും മരണപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ലഹരി ഉള്ളതാണല്ലോ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മരണപ്പെടും എന്ന് വൈദ്യശാസ്ത്രവും മറ്റുള്ളവരും എല്ലാം പറയുന്ന കാര്യം ഏതാണ്? ലഹരി ആയിട്ടുള്ള മദ്യം കുടിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ഈ ഹദീസിൽ പറയുന്നത്, അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് അവൻ അത് കുടിക്കയില്ല എന്ന് പറയുമ്പോൾ പരലോകത്തുള്ളത് നേരപ്പോൾ ലഹരി ഉള്ളതല്ലേ? അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകും പരലോകത്തുള്ളത് എന്തൊക്കെയാണെങ്കിലും നല്ല മദ്യം ആണ്. ഏത് മദ്യം? ലഹരിയുള്ള വീര്യമുള്ള സാധനം തന്നെയാണെന്ന് എന്തൊക്കെയാണല്ലോ അറിയാൻ പറ്റും. അതുകൂടാതെ അടുത്ത ഒരു ഹദീസ്, ഈ ഹദീസിന്റെ പ്രത്യേകത ഈ അടിക്കുക തൗബ, അടിക്കുക തൗബ ചെയ്യുക, അടിക്കുക പശ്ചാത്തപിക്കുക, ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അവസാനം അടി മൂത്ത് ഇവന് ഈ നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവനെ ഭയപ്പെടുത്താൻ വേണ്ടി വേറൊരു പരിപാടിയും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഹദീസിൻ്റെ അകത്തുള്ളത്. നമുക്ക് നോക്കാം. സുന്നു തിർമിദി അധ്യായം 24 ഹദീസ് നമ്പർ 1863. അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മദ്യപിച്ചാൽ അയാളുടെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അവൻ അത് ആവർത്തിച്ചാൽ അള്ളാഹു അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. അവൻ അത് ആവർത്തിച്ചാൽ അള്ളാഹു അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. 4-ാം പ്രാവശ്യം അവൻ അത് ആവർത്തിച്ചാൽ അള്ളാഹു അവന്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല. അവൻ പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല. ഖബാൽ നദിയിൽ നിന്ന് അള്ളാഹു അവനെ കുടിപ്പിക്കും. ചോദിക്കപ്പെട്ടു, അബുർ റഹ്മാൻ, എന്താണ് ഖബാൽ? അദ്ദേഹം പറഞ്ഞു, നരകവാസികളുടെ ചലത്താലുള്ള അരുവി. സുന്നു തിർമിദി അധ്യായം 24 ഹദീസ് നമ്പർ 1863 അകത്താണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. ഒരുത്തൻ 40 ദിവസത്തിന്റെ നിസ്കാരം സ്വീകരിക്കത്തില്ല. എന്ത്? അവൻ മദ്യപിച്ചാൽ, മുസ്ലിമും മദ്യപിച്ചാൽ അവന് 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കത്തില്ല. അവൻ പശ്ചാത്തപിച്ചു, കുഴപ്പമില്ല. പിന്നെ അവൻ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അവൻ്റെ 40 ദിവസം സ്വീകരിക്കത്തില്ല. പിന്നെ അവൻ പശ്ചാത്തപിച്ചു പിന്നെ അവൻ ചെല്ലുവാണെന്നെങ്കിൽ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നില്ല. പിന്നെ അവൻ പശ്ചാത്തപിച്ചു, അവൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. പിന്നെ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 4 പ്രാവശ്യം അത് ആവർത്തിച്ചാലെന്ന് പറയുമ്പോഴത്തേനും ഇതെങ്ങനെയാണ്? ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 4 പ്രാവശ്യം കൊണ്ട് നിർത്തത്തില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞെന്ത് ചെയ്യും? 5-മതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വല്ല ബോധമുണ്ടോ? ഇനി നരകവാസികളുടെ ചലത്താലുള്ള അരുവി അത് അവനെ കുടിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേനും ഇത് അങ്ങോട്ട് മനസ്സിലാകത്തില്ല. കാരണം ഇതിപ്പം ഈ ഇസ്ലാമായിട്ടുള്ള ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകുന്നില്ലല്ലോ, അവൻ സ്വർഗത്തിലേക്ക് തന്നെ പോകത്തുള്ളല്ലോ. കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, പർവ്വതം പോലുള്ള പാപങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ വരും, അത് യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും തോളിൽ വെച്ചിട്ട് നരകത്തിൽ നിന്ന് അവരെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് 72 ഹൂറുകളും മദ്യപ്പുഴയും ചന്തയും എന്ന് വേണ്ട സകല പരിപാടിയും നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണല്ലോ നിങ്ങളുടെ ഇസ്ലാമിക പുസ്തകങ്ങളിൽ പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, അന്നേരം ഈ നരകത്തിലുള്ള ഈ ചലം, നരകവാസികളുടെ ചലം അങ്ങനെ ഇത് നേരെ പമ്പ് ചെയ്ത് മുകളിലേക്ക് സ്വർഗത്തിൽ കൊണ്ടുപോയി കൊടുക്കുവോ? ബഹുരസമാണല്ലോ. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ സ്വർഗത്തില് സ്വർണ്ണ നിർമ്മിതമായ മരമുണ്ട്. ഇതെന്തിനാ ഈ മരമെല്ലാം കൂടെ അവിടെ? ഇപ്പൊ ഇതെന്ത്, ഈ കാടും പടലയാണ് അവിടെ. മദ്യത്തിന്റെ പുഴ, 72 ഹൂറികള്, പിന്നെ ചന്തയുണ്ട് എന്ന് വേണ്ട, ഇഷ്ടിക ചൂള, എന്തൊക്കെ ഇടപാടുകൾ അവിടെ.
ഇത് പറയുന്നത് അബൂ ഹുറൈറയിൽ നിന്ന് അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, കാട്ടം സ്വർണ്ണ നിർമ്മിതമല്ലാത്ത ഒറ്റ മരമില്ല സ്വർഗത്തിൽ. സുന്നത്ത് തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2527 അകത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ ദൂതൻ പറയാണ്, സ്വർണ്ണ നിർമ്മിതമല്ലാത്ത ഒരു സംഭവം പോലും എവിടെ സ്വർഗത്തിൽ ഇല്ലാതിരിക്കത്തില്ല. സ്വർഗത്തിലുള്ള മരം സ്വർണമാണ്. അതേത് ക്യാരറ്റാണെന്നൊന്നും അറിയത്തില്ല, 72 ആണോ 22 ആണോ അതൊന്നും നമുക്കറിയത്തില്ല. മരം സ്വർണത്താലുള്ളതാണ്. അപ്പോൾ ആ മരത്തിൽ നിന്ന് കിട്ടുന്ന കാഫലങ്ങളും സ്വർണത്താൽ തന്നെയായിരിക്കും. അങ്ങനെ കഴിക്കുമെന്നുള്ളതാണ്. കാരണം സ്വർഗത്തിൽ ഇവർക്ക് ഭക്ഷിക്കാൻ നല്ല നല്ല ആഹാരങ്ങളും കായികനികളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വായിച്ചു. ഇതൊക്കെ ശരിയാണോ അൻസാരി? സ്വർണ്ണമരത്തിൻ്റെയൊക്കെ കീഴിൽ പോയി ഇങ്ങനെ ഇരിക്കേണ്ടി വരുമോ? എന്താ ആയിക്കോട്ടെ. ഇനി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട്, പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഇനി പറയുമോ നിങ്ങൾക്ക് 2 നിയമങ്ങളുണ്ട്. അപ്പോൾ മക്ക സൂറ മദീന സൂറ എന്താ 2 നിയമമാണ്? അത് 2 നിയമമാണെന്നുള്ളത് വരും എപ്പിസോഡുകൾ കർത്താവ് അനുവദിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. മക്ക സൂറയും മദീന സൂറയും തമ്മിലുള്ള 2 നിയമത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പറയുകയാണ്, വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പാപം ചെയ്യരുത്. ശരിയല്ലേ? പാപം ചെയ്യരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇനി മേലാൽ പാപം ചെയ്യരുത്. തളർവാദ രോഗിയായി കിടക്കുന്നവർ ഇനി മേലാൽ പാപം ചെയ്യരുത് എന്ന് വേണ്ട, പാപം ചെയ്യരുത് എന്ന് എല്ലാവരും അടിവരയിട്ട് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പാപം ചെയ്യണം. പാപം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു കോപിക്കും. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. അതെന്ത് പാപമാണെന്ന് എന്തൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവർ പാപം ചെയ്തേ പറ്റത്തുള്ളൂ. അതങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അബൂ ഹുറൈറയിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, എന്താണെന്നറിയില്ല, ഞങ്ങൾ താങ്കളുടെ അടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ആർദ്രമായിരിക്കും. ശരിയാണ്, ആർദ്രമായിട്ടൊക്കെ ഇരിക്കും. പുള്ളിയുടെ അടുത്തല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ദുനിയാവിൽ വിരക്തി തോന്നും. ഞങ്ങൾ പരലോകത്തിൻ്റെ ആളുകളായി മാറും. താങ്കളുടെ അടുത്ത് നിന്ന് പുറത്തു പോയാൽ ഞങ്ങൾ കുടുംബത്തോടൊപ്പം ആനന്ദിക്കുകയും കുട്ടികളെ ചുംബിക്കുകയും സ്വയം മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോയ ശേഷവും എൻ്റെ അടുത്തുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ നിലകൊണ്ടിരുന്നുവെങ്കിൽ മലക്കുകൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ സന്ദർശിക്കുമായിരുന്നു. ഇനി ശ്രദ്ധിച്ചു കേട്ടോണേ, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ പാപം ചെയ്യാനായി അല്ലാഹു ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരികയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ജലത്തിൽ നിന്ന്. പണിവാളി, നമ്മുടെ ഈ ഖുറാൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി. ഞങ്ങൾ ചോദിച്ചു, സ്വർഗം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? തിരുമേനി പറഞ്ഞു, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ടാണ്. അതിൻ്റെ കുമ്മായം പരിമളം വീശുന്ന കസ്തൂരിയാണ്. അതിൽ പാകിയ ചരൽ കല്ലുകൾ മുത്തും മാണിക്യവുമാണ്. അതിൻ്റെ മണ്ണ് കുങ്കുമമാണ്. അതിൽ പ്രവേശിക്കുന്നവർ ആനന്ദം കൊള്ളും, നിരാശരാവുകയില്ല, അനശ്വര ജീവിതം നയിക്കും, മരിക്കുകയുമില്ല, അവരുടെ വസ്ത്രങ്ങൾ ദ്രവിക്കുകയുമില്ല, യുവത്വം നശിക്കുകയുമില്ല. ശേഷം പ്രവാചകൻ പറഞ്ഞു, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന നിരസിക്കപ്പെടുകയില്ല. നീതിമാനായ ഭരണാധികാരി, നോമ്പുകാരൻ, നോമ്പ് തുറക്കുമ്പോൾ മർദ്ദിതന്റെ പ്രാർത്ഥനയും അത് മേഘത്തിനും മുകളിലേക്ക് ഉയർത്തപ്പെടും. അതിനു മുന്നിൽ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. അത്യുന്നതനായ നാഥൻ പറയും, എൻ്റെ പ്രതാപമാണ് സത്യം, നിശ്ചയം ഞാൻ നിന്നെ സഹായിക്കും, അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും. സുന്നത്ത് തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2528. നിങ്ങൾ കേട്ടല്ലോ, ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിൽ സകല മനുഷ്യരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യരുത്. അത് ഏത് ഗോത്രമെന്നോ ഭാഷയെന്നോ വംശമെന്നോ ഒന്നുമില്ല. ഭൂമിയിലെ സകല മനുഷ്യരോടും പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവിടെ പറയാണ്, നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ പാപം ചെയ്യാനായി അല്ലാഹു ഒരു പുതിയ സൃഷ്ടിയെ കൊണ്ടുവരും, അവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്യാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹു എന്ത് ചെയ്യും? പാപം ചെയ്യാനായി പുതിയ സൃഷ്ടിയെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ, വിശുദ്ധ വേദപുസ്തകവും ഇസ്ലാമിൻ്റെ ആ കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പാപം ചെയ്യരുതെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം. നിങ്ങൾ പാപം ചെയ്യരുത്, മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൽ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന പോലെ നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് പാപം ചെയ്യുന്നില്ലെങ്കിൽ നീ പാപം ചെയ്യണം. പാപം ചെയ്യാനായിട്ട് പുതിയ ഒരാളെ കൊണ്ടുവരുമെന്ന്. എങ്ങനെയുണ്ട്? അതിപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു, ഇത് എന്ത് ദൈവമാണ്? എന്താണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത?
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്തരം ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുമ്പോൾ പാപം ചെയ്യണമെന്നും പറഞ്ഞു. ഇനി അത് പോട്ടെ, നീ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികയും കൊണ്ടാണ് എന്ത് സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് 72 ഹൂറികളെയൊക്കെ കൂടെ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ടാണ്. കുമ്മായം പരിമളം വീശുന്ന കസ്തൂരിയാണ്. അതിൽ പാകിയ ചരൽ കല്ലുകൾ മുത്തും മാണിക്യവുമാണ്. അതിന്റെ മണ്ണ് കുങ്കുമമാണ്. എന്താ അവസ്ഥ! സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 750 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടെന്ന് വേണം പറയാൻ. ആ ചെറിയ വീട്ടിലാണ് ഇത്ര ആൾക്കാരെ കയറ്റിയിരുത്തിക്കൊണ്ട് ഈ കലാപരിപാടി മുഴുവനും നടത്തുന്നത്. ഇതാണോ സ്വർഗം? അപ്പോൾ സ്വർഗം നിർമ്മിച്ചിരിക്കുന്നതാണ്. ദൈവം ഉള്ളിടത്ത് ദൈവരാജ്യം എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളുടെ ദൈവം എവിടെയാണോ അത് ദൈവരാജ്യമാണ്. ഞങ്ങളുടെ ദൈവം എവിടെയാണോ അതാണ് സ്വർഗം. അത് ഇങ്ങനെയൊക്കെ നിർമ്മിച്ചു വെച്ച് സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടൊക്കെ നിർമ്മിച്ച് ബഹുരസമായിരിക്കുന്നു. അതാണ് വളരെ ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ നിർമ്മാണത്തിൽ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ചില സ്ഥലത്തൊക്കെ പാളിപ്പോകുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ഓരോ പാലം പണിതട്ടെ നിർമ്മാണത്തിലൊക്കെ ചെറിയ ചെറിയ അപാകതകൾ വരുമ്പം ഇളക്കവും കുലുക്കവും ഒടിഞ്ഞു വീഴ്ചയിലൊക്കെ ഉണ്ടാകുന്ന പോലെ സ്വർഗമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടിയൊക്കെയാണ്, എന്താണോ ഒരു പിടുത്തമില്ല. അതങ്ങനെ തന്നെ പോട്ടേന്ന് വിശ്വസിക്കും. ഇനി അടുത്ത ഒരെണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തത് അലിയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, സ്വർഗത്തിൽ ചില മാളികകളുണ്ട്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ അകത്താണേ. അവയുടെ പുറം ഉള്ളിൽ നിന്നും ഉള്ളു പുറത്തു നിന്നും കാണാം. അന്നേരം ഒരു ഗ്രാമീണൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, പ്രവാചകരെ, അത് ആർക്കുള്ളതാണ്? അവിടുന്ന് പറഞ്ഞു, അത് നല്ലത് പറയുകയും ഭക്ഷണം നൽകുകയും തുടരെ നോമ്പനുഷ്ഠിക്കുകയും ജനങ്ങൾ നിദ്രയിലാണ്ടിരിക്കെ രാത്രി നേരത്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ്. സുന്നത്ത് തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2529. അതിൻ്റെ അകത്താണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ഈ തുടരെ നോമ്പനുഷ്ഠിക്കുന്ന വിഷയം എന്നൊക്കെ പറയുമ്പോഴത്തേനും നോമ്പുകാരനായിരുന്ന മുഹമ്മദ് ഒരു ദിവസം ഭാര്യ ആയിഷയുടെ അടുത്ത് വന്നപ്പോഴത്തേനും ചോദിച്ചു, ഇന്ന് ഭക്ഷണം വല്ലതും ഉണ്ടോ? ഇല്ല. എന്നാൽ ഞാനിന്ന് നോമ്പുകാരനാണെന്ന് പറഞ്ഞു. അതിനുശേഷം ആയിഷ മുഹമ്മദ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേനും പറഞ്ഞു, നമുക്കൊരു സന്ദർശകരുണ്ടായിരുന്നു, അവർ കുറച്ച് സാധനം തന്നു. അതെ, ഈ പാൽക്കട്ടിയും ഒക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനം. അപ്പോൾ തന്നെ അദ്ദേഹം അത് മേടിച്ചാൽ കഴിച്ചപ്പോഴത്തേനും ആ നോമ്പങ്ങ് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ കാണിച്ച ഹദീസും പ്രകാരം നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, സ്വർഗത്തിൽ ചില മാളികകളുണ്ട്, അവയുടെ പുറം ഉള്ളിൽ നിന്നും പുറത്ത് കാണാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രാമീണൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണല്ലോ, പ്രവാചകർ അത് ആർക്കുള്ളതാണ്? പറയാം, നല്ലത് പറയുകയും ഭക്ഷണം നൽകുകയും തുടരെ നോമ്പ് അനുഷ്ഠിക്കുകയും. എങ്ങനെയുണ്ട്? അപ്പൊ ഇദ്ദേഹത്തിന്റെ തുടരെയുള്ള നോമ്പനുഷ്ഠല്ല. അപ്പൊ ഈ മാളികയില് മുഹമ്മദ് പ്രവേശിക്കൂ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളൊക്കെ മുഹമ്മദിന്റെ ആൾക്കാരാണല്ലോ. മുഹമ്മദ് വലിയ സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ ഇവർ പറയുന്നുണ്ട്, സ്വർഗത്തെ പറ്റി എത്ര പ്രസംഗിച്ചാലും തീരത്തില്ല, സ്വർഗത്തിലൂടെ എത്ര സഞ്ചരിച്ചാലും തീരത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അടുത്തത് ഇവർ പറയുന്നതാണ്, സ്വർഗത്തിൽ 2 തോപ്പുകളുണ്ട്. തോപ്പുകൾ തെങ്ങും തോപ്പാണോ കവുങ്ങാണോ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. നമുക്ക് അത് വായിച്ചു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ആ വസ്തുക്കളെല്ലാം ഭയങ്കര രജത നിർമ്മിതമായിട്ടൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 2 തോപ്പെന്ന് പറയുന്നത് പാത്രങ്ങളും അവയിലുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ്. പിന്നെ 2 തോപ്പുകളുണ്ട്, അവയിലെ പാത്രങ്ങൾ അവിടെ വസ്തുക്കളൊക്കെ വേറെ പല രീതിയിൽ നിർമ്മിച്ചതാണ്. അപ്പം ഇങ്ങനെ ഈ തോപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിരിക്കുകയാണ്. ഇത് കാണുന്നതും നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഭാവനയിൽ ഒന്ന് നോക്കണം. ഈ തോപ്പെന്ന് പറയുമ്പോൾ 2 തെങ്ങും തോപ്പും 2 കവുങ്ങും തോപ്പും അല്ലെങ്കിൽ ഈ കശുവണ്ടിയുടെ തോപ്പും ഒക്കെ ഒന്ന് ഉള്ളിലൊന്ന് ചിന്തിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയൊക്കെ വരത്തുള്ളൂ തോന്നുന്നു. നമുക്ക് എന്തൊക്കെയാണ് ഹദീസ് ഒന്ന് നോക്കാം. സുന്നത്ത് തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2530. അബ്ദുള്ള ഇബ്നു ഖൈസിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ 2 തോപ്പുകളുണ്ട്. അവയിലെ പാത്രങ്ങളും അവയിലുള്ള മറ്റു വസ്തുക്കളുമെല്ലാം രജത നിർമ്മിതമാണ്. വേറെയും 2 തോപ്പുകളുണ്ട്. അവയിലെ പാത്രങ്ങളും അവയിലുള്ള വസ്തുക്കളും കനക നിർമ്മിതമാണ്. ശാശ്വത സ്വർഗത്തിൽ വെച്ച് അവയിലെ ആളുകൾക്ക് അവരുടെ നാഥനെ ദർശിക്കുന്നതിനുള്ള ഏക തടസ്സം അവന്റെ മുഖത്തുള്ള മഹത്വത്തിന്റെ തിരശീല മാത്രമായിരിക്കും. തിരുമേനി പറഞ്ഞു, ഉള്ളുപൊള്ളയായ ഒറ്റ മുത്തിൽ പണിത ഒരു കൂടാരമുണ്ട് സ്വർഗത്തിൽ. അതിന്റെ വിസ്തൃതി 60 മൈലാണ്. അതിന്റെ ഓരോ മൂലകളിലും കുടുംബമുണ്ട്. അവർ പരസ്പരം കാണുകയില്ല. വിശ്വാസി അവർക്കിടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. സുന്നത്ത് തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2530.
ഈ ഹദീസിൻ്റെ അകത്ത് പറഞ്ഞ ഒരു കാര്യം നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ വിശ്വാസി അവർക്കിടയിൽ ചുറ്റിക്കറങ്ങി നടക്കും, ചുറ്റി ഇങ്ങനെ കറങ്ങി നടക്കും എന്നുള്ളത്. അപ്പോൾ ഈ ചുറ്റിക്കറങ്ങി നടക്കും എന്ന് പറഞ്ഞതിൽ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇട്ടു, എന്തൊക്കെ നന്നായി, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഈ 2 തോപ്പുകളുണ്ട്. സ്വർഗത്തിൽ ആകെ ഇഷ്ടിയം കൊണ്ടൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന സ്വർഗമാണ്. അതിൻ്റെ അകത്ത് 2 തോപ്പുകളുണ്ട്. ആ തോപ്പുകളിൽ വസ്തുക്കളും അവയിലുള്ള പാത്രങ്ങളും വസ്തുക്കളും ഒക്കെ രജത നിർമ്മിതമാണ്. വേറെ 2 തോപ്പുകളുണ്ട്. അവയിലെ പാത്രങ്ങൾ അവയിലുള്ള വസ്തു കനക നിർമ്മിതമാണ്. എന്നിട്ട് പറയാം ശാശ്വത സ്വർഗമാണ്. അപ്പോൾ ഈ ശാശ്വത സ്വർഗമൊക്കെയാണ്. അതിൻ്റെ വിസ്തൃതി 60 മൈലാണ്. മുത്തിലൊരു കൂടാരമുണ്ട്. അപ്പം നിങ്ങളിപ്പം ഏകദേശം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ടെൻ്റൊക്കെ അടിച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഇതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചിലപ്പം എന്നെ കേൾക്കുന്നവർ ചിന്തിച്ചിരിക്കും. നിങ്ങളാണല്ലോ ഈ MM അക്ബറും കൂട്ടരും ഒക്കെ കൂടെ പറഞ്ഞല്ലോ, ഈ ബൈബിളിനകത്ത് പറയുന്ന സ്വർഗം എന്ന് പറയുന്നത് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ആ ബൈബിളിൻ്റെ അകത്ത് സ്വർഗത്തിൻ്റെ അകത്ത് ഇവർ പറയുന്നത് അവിടെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം, ഇതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു കാലത്ത് സ്റ്റേജ് വലിച്ചു കെട്ടി നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു MM അക്ബറെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ ആൾക്കാർ തന്നെ മലയാളത്തിലേക്കൊക്കെ പരിഭാഷപ്പെടുത്തി കൊണ്ടുവരും എന്നുള്ളത്. ഇത് ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. മനസ്സിലായോ? ഇതൊക്കെ മലയാളം അറിയാവുന്നവർ ഒരു സൈഡിൽ അറബിയിലും ഒരു സൈഡിൽ മലയാളത്തിലും ഒക്കെ ആക്കി വെച്ചുകൊണ്ട് ഇറക്കി വിട്ടപ്പോഴത്തേനും ആലോചിക്കണമായിരുന്നു. ഇതൊക്കെ ഞങ്ങളെപ്പോഴുള്ളവർ മേടിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും മറുപടി തരികയും ചെയ്യുന്നു. ഈ യൂട്യൂബിൻ്റെ അകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളോടൊക്കെ പറയാണ്, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ സ്വർഗത്തെ ഇങ്ങനെ സങ്കല്പമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ പാപം ചെയ്യാതെ ദൈവത്തോട് അടുത്ത് ചേർന്നുകൊണ്ട് ദൈവഹിതമായി ജീവിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാം അടക്കി വെച്ചിട്ട് അവിടെ ചെന്നിട്ട് എന്താണോ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഇവിടെ ഈ 2 തോപ്പുകളുടെ ഇടയിലൂടെയൊക്കെ ഇവർ സഞ്ചരിക്കുമായിരിക്കും. അതായിരിക്കും ഇവരുടെ ഇത്. ഇനി അടുത്തത് സ്വർഗത്തിൽ കിട്ടുന്ന സ്ത്രീകൾ, സ്വർഗവാസികളായ സ്ത്രീകളെ പറ്റി ഇവർക്ക് ഭയങ്കര വർണ്ണനയാണ്. അതാണല്ലോ ഈ ഉസ്താദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സാധനം, ഭയങ്കര സാധനം, ബഹുത്ത് ബഡാ, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനം. അതാണ് അടുത്തത് അള്ളാഹു പറയുന്നത്. ന്യായത്തോതി പോലെയുള്ള വിശദീകരിക്കത്തില്ല. വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വഹും ഫീഹാ പരിശുദ്ധവതികളായ സുന്ദരികളായ വെളുത്തു തുടുത്ത വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല കൂടെ അങ്ങോട്ട് സമ്മാനിക്കും. വിശദീകരിക്കാൻ ഞാനില്ലേ, അത് ഒരുപാടുണ്ട്. സൂറത്തുൽ വാഖിയയും സൂറത്തുർ റഹ്മാനും ഒക്കെ എടുത്ത് അങ്ങോട്ട് വിശറിയാണ്. ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ എപ്പോഴെങ്കിലും അള്ളാഹു തൗഫീഖ് നമുക്ക് പറയും. ഇപ്പൊ പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അത് വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറയാണ്, പരിശുദ്ധവതികളായ പെണ്ണാണ്. ഹൈള്, നിഫാസ്, മലമൂത്ര വിസർജനം, വിയർപ്പ്, ദുർഗന്ധം വമിക്കുന്ന വിയർപ്പ്, ഇതുപോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇവിടുത്തെ ഒരു പെണ്ണ് ലൈഫ് ബോയ് സോപ്പിട്ട് മിനുക്കിക്കൊണ്ട് പോയി ഇച്ചിരി പൗഡറും തേച്ചുകൊണ്ട് റോഡിലൂടെ വന്ന ഈ ദുനിയാവിലെ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്. മുഴുവൻ ഇത്തിരി പൗഡറിന്റെ കളർ അങ്ങോട്ട് കയറി, ബസ്സിനകത്ത് കയറി, തിരക്കിൽ അങ്ങോട്ട് പോയി ഇപ്പുറത്തോട്ട് പോയി ആ ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളറും ഇതെല്ലാം അങ്ങ് പോകുമ്പോഴത്തേക്ക് പടച്ചവനെ പരിസരത്തുള്ള അടുത്ത് പോയി നിൽക്കാൻ പറ്റൂല, നാറ്റം അടിച്ചു. കാരണം എന്താ, വെയില്, വിയർപ്പ് എല്ലാം കൊണ്ട് ആകെ. കാരണം ഇഷ്ടം പോലെ വസ്ത്രം ധരിക്കുന്നവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷെ അവിടെയോ അങ്ങനെ വലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ. അല്ലാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും ഇവളെ തൊട്ടിട്ടേയില്ല. പടച്ചവനെ, ഇപ്പോഴേന്ന് ചിരിക്കാൻ തുടങ്ങിയാൽ നീ വളരുമ്പോ നിന്റെ ചിരി എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. അത് പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾ മുമ്പേ കേട്ടിട്ടുള്ളതായിരിക്കും, എങ്കിലും ഞാനൊന്നും കേൾപ്പിച്ചതേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ കണങ്കാലൊക്കെ ഭയങ്കര വെളുപ്പ്, എക്സ്റേ ആണോ എന്നൊന്നും അറിയത്തില്ല, നമുക്കത് വായിച്ചു നോക്കാം. അബ്ദുല്ലാഹി ഇബ്നു മസൂദിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, സ്വർഗവാസികളായ സ്ത്രീകളുടെ കണങ്കാലിന്റെ വെളുപ്പ് 70 ഉടയാടകൾക്കപ്പുറത്ത് നിന്നും കാണപ്പെടും. അവളുടെ മജ്ജ പോലും കാണാം. അള്ളാഹു പറയുന്നുവല്ലോ, അവർ മാണിക്യവും പവിഴവും പോലിരിക്കും.
മാണിക്യം ഒരു കല്ലാണ്. അതിൽ ഒരു നൂൽ പ്രവേശിപ്പിക്കുകയും കടഞ്ഞ് ശുദ്ധീകരിക്കുകയും ചെയ്താൽ അതിന്റെ മറുവശത്ത് നിന്ന് അത് കാണാനാവും. സുന്നത്ത് തുർമുദി അധ്യായം 36 ഹദീസ് നമ്പർ 2535 2536. കണങ്കാലെ വെളുപ്പ് 70 ഉടയാടകൾക്കപ്പുറത്ത് നിന്നും കാണാന്ന്. ഇപ്പൊ 70 ഉടയാട ധരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാലും അവളുടെ മജ്ജ പോലും കാണാന്ന് പറയുമ്പോൾ ഇതന്നെ എക്സ്റേ മെഷീനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചോണേ, ഈ പോയി നോക്കുന്നവന്റെ കണ്ണേ, ഈ കണ്ണ് എക്സ്റേ മെഷീന്റെ കണ്ണാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. കാരണം 70 ഉടയാടക്ക് അപ്പുറത്ത് നിന്നും, ഇപ്പൊ 70 ഉടയാട അങ്ങോട്ട് വെച്ച് അതിന്റെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാലും അവളുടെ മജ്ജ പോലും കാണാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേനും നിങ്ങളതൊന്ന് ഭാവന ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഈ എക്സ്റേ എടുത്തിട്ട് നമ്മുടെ മുട്ടയ്ക്ക് എക്സ്റേ എടുക്കുമ്പോഴത്തേനും ഉള്ള ആ ഒരു കാലാണ്. ഈ കാല് കാണാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോണത്. എം എം അക്ബറെ, അൻസാരി, സജീർ ബുഖാരി, നിങ്ങളൊക്കെ ഇവിടുന്ന് പോകുന്നത് ഇത് കാണാൻ വേണ്ടിയാണ്, ഈ എക്സ്റേ കാല് കാണാൻ വേണ്ടിയാണ്. എന്നാ പിന്നെ ഈ കാലങ്ങോട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വെറുതെ അങ്ങോട്ട് അല്ലെങ്കിൽ എക്സ്റേ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളോട് പറഞ്ഞാൽ മതി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കൊണ്ടേ തരുമെന്നേ. അവരുടെയിലൊക്കെ കാണും, അവരൊക്കെ ലാഭമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ. അതിപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടൊക്കെ പറയുകയാണ്. എന്ത് കണങ്കാലിന്റെ വെളുപ്പ് 70 ഉടയാടകൾക്ക് അപ്പുറത്ത് നിന്ന് അവളുടെ മജ്ജ പോലും കാണാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സ്ത്രീകളുടെ, സ്വർഗവാസികളായ സ്ത്രീകളുടെ ഇത്. അത് വളരെ സുന്ദരമായ രീതിയിലാണല്ലോ. ഇനി വേറെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. സുന്നത്ത് തുർമുദി അധ്യായം 36 ഹദീസ് 2535 പേജ് 2536. അബൂ സയ്യിദിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, അന്ത്യനാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘത്തിന്റെ മുഖസൗന്ദര്യം പൗർണമി നാളിലെ ചന്ദ്രശോഭ പോലിരിക്കും. രണ്ടാം സംഘം ആകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന സുന്ദര നക്ഷത്രം പോലെയും. അവരിൽ ഓരോരുത്തർക്കും 2 വീതം ഭാര്യമാരുണ്ടായിരിക്കും. ഓരോ ഭാര്യമാർക്ക് 70 വീതം ഉടയാടകൾ. അവയ്ക്കപ്പുറത്ത് നിന്നും അവരുടെ കണങ്കാലിന്റെ മജ്ജ പോലും ദൃശ്യമാകും. ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പറയുകയാണ്. അന്ത്യനാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ സംഘത്തിന്റെ മുഖസൗന്ദര്യം പൗർണമി നാളിലെ ചന്ദ്രശോഭ പോലെ ഇരിക്കും. പൗർണമി നാളിലെ രണ്ടാം സംഘത്തിന്റെയോ വെട്ടിത്തിളങ്ങുന്ന സുന്ദര നക്ഷത്രം പോലെ. അപ്പൊ ഈ സംഘം തിരിച്ചാണ് കയറി പോകുന്നതെന്ന് തോന്നുന്നു. ഇനി അവർക്ക് 2 പേർക്കും എന്ത് ചെയ്യും? ഈ 2 ഭാര്യമാരുണ്ടായിരിക്കും. ഒരാൾക്ക് ഈ 2 ഭാര്യമാര്. പൊന്നെ, ഇതിനെല്ലാം ഇപ്പൊ ഈ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടി അള്ളാഹു ഇവരെല്ലാം സ്വർഗത്തിൽ ഇങ്ങനെ ഈ 2 ഭാര്യമാരെ സുക്കൂറിന് ഖാദറിനും അമ്മതെന്നും പറഞ്ഞ് 2 എണ്ണത്തിനെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ് നേരത്തെ. കാരണം ഇവർക്ക് ഫ്രീ വില്ലില്ലല്ലോ, നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാര്യമാർക്ക് 70 വീതം ഉടയാടകൾ. അപ്പൊ 70 ഉടയാട ഒരുമിച്ചാണോ ധരിച്ച് നിൽക്കുന്നത്? ഇനി അല്ല, എൻ്റെ ഒരു സംശയമാണ്. ആ 70 ഉടയാട് ഒരുമിച്ച് ധരിച്ചിരിക്കുക, അവയ്ക്ക് അപ്പുറത്ത് നിന്ന് അവരുടെ കണങ്കാലിന്റെ മജ്ജ പോലും ദൃശ്യമാവും എന്നൊക്കെ പറയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ ഈ എക്സ്റേ കണ്ണിന്റെ ഒക്കെ ഒരു പ്രവർത്തനമായിരിക്കാം. ഇനി വേറൊരു കാര്യം, ഈ 2 ഭാര്യമാരെ കിട്ടുന്നുണ്ട്, 72 ഹൂറികളുണ്ട്. അതുകൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന ഈ മജ്ജ പോലും കാണാവുന്ന അവരെയൊക്കെ രതിസുഖത്തിലൂടെ നടത്തണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാകും. കാരണം രതിസുഖത്തിലൂടെ നടത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ സ്വർഗം സന്തോഷിക്കത്തുള്ളൂ. അവരുടെ സ്വർഗം സന്തോഷിക്കണമെങ്കിൽ, സ്വർഗത്തിലൊരു സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ രതിസുഖത്തിലൂടെ അവരെ കൊണ്ടുപോകണം. വിശുദ്ധ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തെ പറ്റി വെളിപ്പാട് ദിവസം 19-ാം അധ്യായം വായിക്കുമ്പോഴത്തേനും കാണാം, സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ ശബ്ദം കേട്ടു, ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടുത്തെ സ്വർഗത്തിൽ എന്തായിരിക്കും ശബ്ദം എന്നുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി. അതിങ്ങനെയാണ് പറയുന്നത്. സുന്നത്ത് തുർമുദി അധ്യായം 36 ഹദീസ് നമ്പർ 2538. അനസിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, സ്വർഗത്തിൽ വിശ്വാസിക്ക് വളരെയേറെ രതിസുഖത്തിന് വേണ്ട ശേഷി ലഭിച്ചിരിക്കും. നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, അയാൾക്ക് അതിന് സാധിക്കുമോ? അവിടുന്ന് പറഞ്ഞു, 100 പേരുടെ ശക്തി അയാൾക്ക് നൽകപ്പെടും. കേട്ടോ, 100 പേരുടെ ശക്തിയെ ഒരാൾക്ക് കൊടുക്കപ്പെടും. അയാൾക്ക് അതിന് സാധിക്കുമെന്ന് വെച്ചാൽ 100 പേരുടെ ശക്തിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത് രതിസുഖത്തിന് വേണ്ടി. ഇത് ഒരു ഉസ്താദ് പറയുന്നുണ്ട്, ഒരിക്കലും താഴിലേക്ക് പോകത്തില്ല, ഉയർന്നു തന്നെ നിൽക്കുമെന്ന്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 33 വയസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം. എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അത് നിലനിൽക്കുമെന്ന് പറയുമ്പോ ഇത് ആഗ്രഹിക്കാത്തവരാരുണ്ടാകും? ഫസ്റ്റിനേറ്റൊന്നും അടങ്ങി വരാൻ സ്വാഭാവികമായി മനുഷ്യൻ ആഗ്രഹിക്കൂലേ? സ്വാഭാവികമാണ്.
പക്ഷെ അത് തീരാത്ത ഫസ്റ്റ് നൈറ്റുകൾ തീരാത്ത അതൊരിക്കലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങളിത് ചിന്തിച്ചു നോക്കണം. ഈ സ്വർഗത്തിലെ വിശ്വാസിക്ക് വളരെയേറെ രതിസുഖത്തിനുള്ള വേണ്ട ശേഷിയൊക്കെ അവിടെ കൊടുക്കുന്നത്. ഇതാണ് ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അവൻ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള മോഹ ഭാഗങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ഇതുപോലൊരു സ്വർഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് ഈ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, ഇതാണോ സ്വർഗം? ഇതാണോ സ്വർഗം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നതാണോ ഏറ്റവും നല്ലത്, അതോ ഈ സ്വർഗമാണോ? പിന്നെ ഒരു ഉസ്താദ് പറയുന്നത് കേട്ട് ഇവിടുത്തെ ഭാര്യമാരെ തന്നെയാണ് അങ്ങോട്ടും കൊണ്ടുപോകുന്നതെന്ന്. ഇനി വേറൊരു കാര്യം പറയുന്നുണ്ട്, അവിടെ ഒരു അരുവിയുണ്ട്, ഒട്ടകത്തിന്റെ കഴുത്തുണ്ട്, ആ കഴുത്ത് തിന്നാം എന്നൊക്കെയാണ് പറയുന്നത്. സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2545. അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതനോട് ചോദിച്ചു, എന്താണ് കൗസർ? ട്രൗസർ അല്ല കേട്ടോ, കൗസർ. അവിടുന്ന് പറഞ്ഞു, അതൊരു അരുവിയാണ്. സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് നൽകിയത് അത് പാലിനേക്കാൾ വെണ്മയുള്ളതും തേലിനേക്കാൾ മധുരമുള്ളതുമാണ്. സ്വർഗത്തിൽ ചില പറവകളുണ്ട്, അവയുടെ കഴുത്ത് ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ഇരിക്കും. ഉമർ പറഞ്ഞു, അപ്പോൾ അവ തടിച്ചു കൊഴുത്തിരിക്കുമോ? അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അവയെ തിന്നുന്നവൻ അവയേക്കാൾ നന്നായിരിക്കും. സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2535. അവയെ തിന്നുന്നവൻ അവയേക്കാൾ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേനും സ്വർഗത്തിലെ ഈ ഒട്ടകത്തെ പോലും ഇവര് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. സ്വർഗത്തിൽ ചില പറവകളുണ്ട്, അവയുടെ കഴുത്ത് ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ ഇരിക്കുമെന്ന് പറയുമ്പോഴത്തേനും ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ നീണ്ട കഴുത്ത്, പറവകളാണ് അവരുടെ കഴുത്ത്. ഈ ഒട്ടക പക്ഷി എന്ന് വേണം പറയാം, ശരിയല്ലേ? ഈ ഒട്ടകത്തിന്റെ ആ കഴുത്തിനെ പോലും സ്വർഗത്തിൽ വിടത്തില്ല, കാരണം തടിച്ചു കൊഴുത്തിരിക്കുകയാണല്ലോ. അവയെ തിന്നുന്നതിന് അവയേക്കാൾ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേനും അവയേക്കാൾ നല്ല പോലെ കഴുത്തിന് നീളമുള്ള ആളായിട്ടിരിക്കാൻ വേണ്ടിയാണോ എന്ന് അറിയത്തില്ല, തിന്നാം. ഇനി കൗസർ എന്താണ്? അതൊരു അരുവിയാണ് സ്വർഗത്തിൽ എനിക്ക് നൽകിയത്. ആർക്ക്? അത് പാലിനേക്കാൾ വെണ്മയുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. ഇതെല്ലാം അവിടെ ഉണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് അങ്ങ് ചെന്നാൽ മതി, ഒരു പാക്കേജ് എടുത്ത് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങ് കിട്ടും, അതൊന്നും ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം വർണ്ണിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങളുമുണ്ട്. ഈ കാര്യങ്ങളിൽ വർണ്ണിച്ചു കൊടുക്കുന്നതിൽ ഒരാൾ ചോദിക്കുകയാണ്, കുതിരയുണ്ടോ എന്ന്. ആദ്യമേ ഈ ഒട്ടകത്തിന്റെ കഴുത്തിന്റെ നീളമുള്ള പറവേനെ പറ്റി കേട്ടു, ഇനി കുതിരയുണ്ടോ? എന്തൊക്കെയാണ് ആ കുതിരയുടെ പ്രത്യേകത? അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബുറൈദയിൽ നിന്ന് ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, സ്വർഗത്തിൽ കുതിരയുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അള്ളാഹു താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവിടെ പറക്കുന്ന ചുവന്ന മാണിക്യ കുതിരയുടെ പുറത്ത് സവാരി ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിച്ചെന്നിരിക്കട്ടെ, താങ്കൾ അപ്രകാരം ചെയ്തിരിക്കും. ബുറൈദ പറഞ്ഞു, മറ്റൊരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, സ്വർഗത്തിൽ ഒട്ടകമുണ്ടോ? ബുറൈദ പറയുന്നു, പ്രവാചകൻ ആദ്യത്തെ ആളോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, അള്ളാഹു താങ്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ താങ്കളുടെ മനസ്സ് കൊതിക്കുന്നതും കണ്ണ് ആനന്ദിക്കുന്നതുമെല്ലാം താങ്കൾക്ക് അവിടെ ലഭിച്ചിരിക്കും. സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2546. സ്വർഗത്തിൽ കുതിരയുണ്ട്, ചുവന്ന മാണിക്യ കുതിരയാണ്. സവാരി ചെയ്യണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി, അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ആ കാര്യങ്ങളെല്ലാം അവിടെ നടക്കും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നൊരു കാര്യം, താങ്കളെ അവിടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ സംശയമാണേ, കൂടെയുള്ള ഒരാളെയും കൂടെ കൊണ്ടുപോകുമെന്ന് മുഹമ്മദിന് തന്നെ സംശയമാണ്. കാരണം മുഹമ്മദിന് സംശയമാണ്, പുള്ളി സ്വർഗത്തിൽ ചെല്ലുമെന്ന് മുഹമ്മദിന് സംശയമാണ്. അപ്പോൾ പിന്നെ കൂടെയുള്ളവനെ കൊണ്ടുപോയില്ലെന്ന് ഉറപ്പുണ്ടോ? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ താങ്കളുടെ മനസ്സ് കൊതിക്കുന്നതും കണ്ണ് ആനന്ദിക്കുന്നതും എല്ലാം താങ്കൾക്ക് അവിടെ ലഭിച്ചിരിക്കും. അതൊക്കെ ഗ്യാരണ്ടി ആയിട്ടോ. അവിടെ ഒന്ന് ആഗ്രഹം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, അവിടെ കാര്യങ്ങൾ അപ്പം തന്നെ മുഹമ്മദ് കൊടുക്കാൻ തയ്യാറാണ്, അള്ളാഹു കൊടുക്കാൻ തയ്യാറാണെന്നേ. ഇനി അതുകൂടാതെ വേറൊരു ഹദീസ്, സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2547. അബു അയ്യൂബിൽ നിന്ന് ഒരു ഗ്രാമീണൻ വന്ന് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് കുതിരയെ ഇഷ്ടമാണ്, സ്വർഗത്തിൽ കുതിരയുണ്ടോ? അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, താങ്കൾക്ക് സ്വർഗപ്രവേശനം ലഭിച്ചാൽ 2 ചിറകുകളുള്ള മാണിക്യ കുതിര നൽകപ്പെടും. താങ്കളെ അതിലേറ്റും, അത് താങ്കളെയും കൊണ്ട് ആശിച്ചിടത്തെല്ലാം പറന്നു കിടക്കും. പച്ചപ്പക്ഷിയായിട്ട് പറന്നു കിടക്കുന്നത് പോലെ ഈ ആശിച്ചിടത്തെല്ലാം അങ്ങ് പറന്നു കിടക്കാം. കാരണം മാണിക്യ കുതിര നൽകപ്പെടും സ്വർഗത്തിൽ സ്വർഗപ്രവേശനം ലഭിച്ചാൽ.
ലഭിച്ചാൽ. മനസ്സിലായ? സംശയമാണെന്നേ. ഈ സംശയത്തിന്റെ പുറത്ത് ഇവർ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ഇവർക്ക് എല്ലാം സംശയമാണല്ലോ. സ്വർഗസങ്കല്പം, ദൈവസങ്കല്പം, എല്ലാ സങ്കല്പത്തിന്റെ മുകളിൽ കൂടെ പോകുന്നുണ്ട്. മുഹമ്മദിനും കൂട്ടർക്കും ഈ സങ്കല്പത്തിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇത് ഇങ്ങനെ ഒരു സ്വർഗം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ അരിയാഹാരം കഴിക്കാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതൊരു സ്വർഗമാണോ? ആണോ? ഈ സുറുമ എഴുതിയിട്ട് സ്വർഗത്തിലിരിക്കും. സുറുമ എഴുതിയിട്ടൊക്കെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. അത് വല്ലാത്തൊരു പ്രശ്നമാണ്. പിന്നെ അവിടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ, ഒരു 100 പേരുടെ ശക്തിയൊക്കെ കിട്ടും. അവരുടെ പ്രായമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുആവിബിനു ജബലിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, സ്വർഗവാസികൾ രോമരഹിത ശരീരമുള്ളവരും അനാഗത മിസ്രുക്കളും സുറുമ എഴുതിയവരുമായിട്ടാവും സ്വർഗത്തിൽ പ്രവേശിക്കുക. 30 അല്ലെങ്കിൽ 33 വയസ്സുള്ളവരും. സുന്നത്ത് തുറമുദി അധ്യായം 36 ഹദീസ് നമ്പർ 2548. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, രോമരഹിത ശരീരമാണ്. ഇവിടെ ഇവർക്ക് ഈ കക്ഷവും എല്ലാം പഠിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതൻ തന്ന ഒരു 5 നന്മകൾ പറയാൻ പറയുമ്പോഴത്തേനും ഒരാൾ വന്നിട്ട് എന്നോട് ക്ലബ് ഹൗസിൽ പറഞ്ഞതാണ്, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു നന്മ പല്ല് തേക്കണം, നഖം വെട്ടണം, പിന്നെ ഈ രോമങ്ങളൊക്കെ വടിച്ചു കളയണം. അതിപ്പോൾ ഞാൻ ഈ 3 എണ്ണം കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആഹാരം കഴിക്കണോ മുഹമ്മദാണ് കാണിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഉള്ളവരാരും ആഹാരം കഴിച്ചിട്ടില്ല എന്നാണല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, ശരി അന്നേരം ഇപ്പോൾ ഈ എത്രാമത്തെ വയസ്സിലാണ് മുഹമ്മദിന് ഇത് കിട്ടിയത്, പ്രവാചകൻ? അത് 40-ാമത്തെ. ശരി. അപ്പം അതുവരെ പുള്ളി പല്ല് വെച്ചിട്ടില്ല, അതുവരെ പുള്ളി നഖവും വെട്ടിയിട്ടില്ല, അതുവരെ പുള്ളി രോമവും കളഞ്ഞിട്ടില്ല എന്നാണോ എന്ന് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ പുള്ളി പൊട്ടിത്തെറിക്കുക, ഞങ്ങളുടെ പ്രവാചകനെ പറ്റി അങ്ങനെ പറയാം. എൻ്റെ സംശയമല്ലേ ഞാൻ ചോദിച്ചത്. അതോടെ നിങ്ങൾ നിൽക്കുകയാണ്, ഞങ്ങൾ ചോദിക്കുമ്പോഴേ നിങ്ങൾ എന്തിനാ തെറി പറയുന്നത്? നിങ്ങളിങ്ങനെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തം വന്നിട്ട് ഈ യൂട്യൂബിൻ്റെ അകത്ത് വരെ തെറി എഴുതിയിട്ടു. നോമ്പ് മാസമാണേ. അപ്പം ഈ മാസത്തിൽ തന്നെ തെറി പറയാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സുറുമ എഴുതിയിട്ടൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതല്ലേ? 33 അല്ലെങ്കിൽ 30 വയസ്സൊക്കെ ആയിട്ട് അവിടെ പോയി 100 മനുഷ്യരുടെ ശക്തിയൊക്കെ ആയിട്ട് നിൽക്കാനുള്ളതല്ലേ? അതുകൊണ്ട് ഇങ്ങനെ വളരെ സമാധാനത്തോടെയൊക്കെ യാത്ര ചെയ്യൂ. അതല്ലേ നല്ലത്. സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ കയറണ്ടേ? നിങ്ങൾ ഈ മുസ്ലിം സ്ത്രീകളായിട്ടുള്ളവർ ഡാൻസ് കളിക്കുമ്പോഴോ അല്ലെങ്കിൽ തലയെ തട്ടമൊക്കെ ഇട്ടിട്ട് ശകലം തട്ടമൊക്കെ പുറകോട്ട് മാറുമ്പോഴോ ഉടനെ അവിടെ ആംഗ്ലമാരുടെ ഈ മുസ്ലിം സ്ത്രീകൾ ആംഗ്ലമാരുടെ ഒരു അഭിപ്രായം വരും, നിനക്ക് മരിക്കണ്ടേ പെണ്ണേന്ന്, നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ പെണ്ണേന്ന്. ഇതൊക്കെ വന്ന് ചോദിക്കുന്ന അവരോട് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ ഇതിലാണ് ഈ ഓരോരോ ആൾക്കാർ അപ്പൊ തൃപ്തരായിട്ട് കയറി ചെല്ലണം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ തൃപ്തരാണോ? വെളുത്ത രോമം പോലെയാണ് എന്നൊക്കെ തൃപ്തരാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും തൃപ്തരാന്നൊക്കെ പറയണേ. അതിനും തൃപ്തരാണോ എന്ന് ചോദിക്കുന്ന ഭാഗവും കൂടെ ഉണ്ട്. സുന്നത്ത് തുറമുദി അധ്യായം 36 ഹദീസ് നമ്പർ 2550. അബ്ദുള്ള ഇബ്നു മസൂദിൽ നിന്ന്, ഞങ്ങൾ 40ഓളം പേർ പ്രവാചകനോടൊപ്പം ഒരു കൂടാരത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ദൂതൻ ചോദിച്ചു, സ്വർഗവാസികളിൽ 4-1 നിങ്ങളാവുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? അവർ പറഞ്ഞു, അതെ. അവിടുന്ന് ചോദിച്ചു, സ്വർഗവാസികളിൽ 3-1 നിങ്ങളാകുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? അവർ പറഞ്ഞു, ഊബ്. നബി ചോദിച്ചു, സ്വർഗവാസികളിൽ പകുതി നിങ്ങളാവുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? നിശ്ചയം മുസ്ലിമായ വ്യക്തിയല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ബഹുദൈവ വിശ്വാസത്തിൽ കറുത്ത കാളയുടെ ചർമ്മത്തിലെ വെളുത്ത രോമം പോലെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ചുവന്ന കാളയുടെ ചർമ്മത്തിലെ കറുത്ത രോമം പോലെ. അതെ, ഇവിടെ ചോദിക്കുകയാണ്, സ്വർഗവാസികൾ നിങ്ങളാവുന്നത് നിങ്ങൾ തൃപ്തരാണോ? പുള്ളി ഇപ്പോഴും അങ്ങ് ചോദിക്കുക, തൃപ്തരാണോ? ഭൂമിയിലായിരിക്കുന്ന സമയത്തെ അങ്ങ് ചോദിക്കുകയാണ്, നിങ്ങൾ തൃപ്തരാണോ? കാരണം അവിടെ ചെന്നിട്ട് ഒത്തിരി പണിയുള്ളതാണ്. തൃപ്തരാണോ എന്ന് ചോദിക്കുകയാണ്. നിശ്ചയം മുസ്ലിമായ വ്യക്തിയല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയല്ല. ചില പണ്ഡിതന്മാരൊക്കെ ഈ വെള്ളം പൂച്ചിക്കൊണ്ടെന്ന് പറയാറുണ്ട്. അത് എന്തുവാ, എല്ലാവരും ഒരുമിച്ച് കയറ്റുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ? അപ്പൊ ഈ പറയുന്ന ഹദീസിനെ തള്ളിക്കളയോ നിങ്ങൾ? മുഹമ്മദിന്റെ വാക്കുകളെ തള്ളിക്കളയുമോ? ബഹുദൈവ വിശ്വാസത്തിൽ കറുത്ത കാളയുടെ ചർമ്മത്തിലെ വെളുത്ത രോമം പോലെയാണ്. ഈ കറുത്ത കാളയുടെ ചർമ്മത്തിലെ വെളുത്ത രോമം പോലെയാണ് നിങ്ങളെന്ന് പറയുമ്പോഴത്തേനും എന്താ? കറുത്ത കാളയുടെ മുകളിൽ വെളുത്ത രോമം ഒരു പ്രത്യേകതയായിട്ട് വല്ലതും ഉണ്ടോ? ഇനി ചുവന്ന കാളയുടെ ചർമ്മത്തിലെ കറുത്ത രോമം പോലെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വർണ്ണിച്ചേ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ. ഇത് വേറൊരു കാര്യമുണ്ട്. ഈ സ്വർഗത്തിൽ ചന്തയുണ്ടല്ലോ, ചന്ത. ഈ ചന്തയിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ
ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറയാണ് സുന്നു തിർമിദി അധ്യായം 36 ഹദീസ് നമ്പർ 2553. അലിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ചന്തയുണ്ട്, അവിടെ കൊള്ള കൊടുക്കുകളില്ല, സ്ത്രീ പുരുഷന്മാരുടെ രൂപങ്ങൾ മാത്രമുണ്ട്. പുരുഷന് ഒരു രൂപം ഇഷ്ടപ്പെട്ടാൽ അവിടെ പ്രവേശിക്കാം. കേട്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വർഗത്തിലൊരു ചന്തയുണ്ട്, പുരുഷനൊരു രൂപം ഇഷ്ടപ്പെട്ടാൽ അവിടെ പ്രവേശിക്കാന്ന് പറയുമ്പോൾ അപ്പൊ ഈ രണ്ട് ഭാര്യമാരെ കൊടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവിടെ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാന്നൂടെ ഒന്ന് പറയണേ. ഇനി ഇതൊക്കെ പോട്ടെന്ന് വെക്കാം. ഈ മോഹന വാഗ്ദാനങ്ങളെ കൊടുത്ത് മുഹമ്മദ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദിന് പോലും വളരെ സംശയമായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മുഹമ്മദിന് പോലും അക്കാര്യത്തിൽ വളരെ സംശയമായിരുന്നു, ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങളാവുന്ന കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 9 ഹദീസ് നമ്പർ 71. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, നിങ്ങളിൽ ആരെയും അവന്റെ കർമ്മം രക്ഷപ്പെടുത്തുകയില്ല. ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളെയും രക്ഷപ്പെടുത്തുകയില്ലേ? അവിടുന്ന് പറഞ്ഞില്ല, എന്നെയും ഇല്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. എങ്കിലും നിങ്ങൾ വീഴ്ചയും അമിതത്വവും കൂടാതെ പരമാവധി പരിശ്രമിക്കുക. മനസ്സിലായോ? കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാവുന്ന ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അത് ഇസ്ലാമിലായിക്കോട്ടെ വേറെ ഏത് വിഭാഗത്തിലായിക്കോട്ടെ, കർമ്മം ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ വളരെ വ്യക്തം, നിങ്ങളിൽ ആരെ അവന്റെ കർമ്മം രക്ഷപ്പെടുത്തുകയില്ല. അള്ളാഹുവിന്റെ ദൂതരെ താങ്കളെ അവിടുന്ന് പറഞ്ഞു, ഇല്ല, എന്നെയും ഇല്ല. ഈ പുള്ളിയുടെ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഇത് തന്നെയല്ലേ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബാക്കിയുള്ളവർക്ക് ഈ സങ്കല്പ സ്വർഗത്തിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അവിടെ ഈ മുഹമ്മദിനും ബാക്കിയുള്ള മനുഷ്യർക്കും എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. മുഹമ്മദിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൂടണം. സാധാ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ മുഹമ്മദിന് എന്ത് പ്രത്യേകതയുണ്ട്? ഒരു പ്രത്യേകതയില്ല. അതാണ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന. ഒരു പ്രത്യേകതയില്ല ഈ മനുഷ്യന്. മുൻവേദങ്ങളെ ശരിവെച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്മേൽ പുള്ളി ഒരു ദൂതനായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മുൻവേദങ്ങളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഖുറാൻ്റെ അകത്ത് എന്നാ ഉണ്ട്? ഇനി മുൻവേദങ്ങൾ ഇല്ലാത്തതാണോ നിങ്ങളുടെ ഖുറാൻ? എന്തോ ആയിക്കോട്ടെ, അത് വേറെ ഒരു വിഷയം. പിന്നെയും പറയാണ് സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 9 ഹദീസ് നമ്പർ 76. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, നിങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുകയും പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ അറിയുക, നിങ്ങളിൽ ആരും തന്റെ കർമ്മം കൊണ്ട് രക്ഷപ്പെടുകയില്ല. അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, താങ്കളുമില്ലേ? അവിടുന്ന് പറഞ്ഞു, ഞാനുമില്ല. അള്ളാഹു കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും എന്നെ മൂടിയാലല്ലാതെ. കേറത്തില്ല. പുള്ളിക്ക് സംശയ 72 ഹൂറുകൾ മദ്യപ്പുഴം എന്തുകൊണ്ടാ സ്വർഗത്തെ പറ്റി അള്ളാഹു പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറയും മറ്റുള്ളവരും എല്ലാം വർണ്ണിച്ച് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് മുഹമ്മദിന് പോലും പ്രവേശനം ഉണ്ടോ ഇല്ലയോ എന്ന് പുള്ളിക്ക് സംശയമാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ കാരുണ്യ അനുഗ്രഹം കൂടെ വേണം. സാധാരണ ഒരു മുസ്ലിം വിശ്വാസിക്ക് ഇത് തന്നെ വേണം. എന്നിട്ടും ചിലവർ പറയുന്നത് നബി ആയിരിക്കും ആദ്യമേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എൻ്റെ കർത്താവായ യേശുക്രിസ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറയും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തെത്തില്ല, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുത്തേക്ക് പറ്റില്ല. എത്ര മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. കാരണം ഞങ്ങൾ പിൻപറ്റുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തു എവിടെയും പറഞ്ഞിട്ടില്ല, അയ്യോ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ ഇല്ലയോ, പറഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയാം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവനായ കർത്താവായ യേശുക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ തെളിവുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടു. മനസ്സിലായോ? ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസവും ഉറപ്പുണ്ട്. നിങ്ങൾക്കോ? നിങ്ങളുടെ ദൂതനെന്ന് പറയുന്ന മുഹമ്മദിന് പോലും അവിടെ ചെല്ലുമെന്നുള്ളൊരു ഒരു ഉറപ്പോ ഒരു പ്രത്യാശയോ ഇല്ല. ഈ പ്രത്യാശ ഇല്ലാത്ത ജീവിതത്തിന് എന്തിനാണ് നിങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്? ഇങ്ങനെ ഈ സങ്കല്പ സ്വർഗത്തിന്റെ ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഈ കർമ്മങ്ങൾ, നോമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ കർമ്മങ്ങൾ എടുത്ത് ഇങ്ങനെ ജീവിച്ച് സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ പോയില്ലേ നിങ്ങളുടെ ജീവിതം?
ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കൂടുതലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർഗത്തെപ്പറ്റി പല രീതിയിൽ പറയുന്നുണ്ട്, നല്ല വ്യക്തമായിട്ട് അറിയാം. വെളിപ്പാട് പുസ്തകത്തിലാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന് സ്വർഗത്തിൽ ഒരു ദർശനം കിട്ടിയത് അദ്ദേഹം രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലന് ആ ഒരു സ്വർഗത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കളൻ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളതും, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഇവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെ 24 മൂപ്പന്മാര് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുന്നു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായവനും സൃഷ്ടിക്കപ്പെട്ടവനും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ആമേൻ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യമാണ്. അല്ല, ഈ ഒരു സിംഹാസനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്വർഗത്തിൽ ഈ സ്വർണ്ണക്കട്ടയും കൊണ്ട് വെള്ളിക്കട്ടയും കൊണ്ടൊക്കെ കെട്ടിപ്പൊക്കിയതാണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇനി വേറൊരു കാര്യം, അവിടെ എപ്പോഴും ഈ ചന്ത എന്തൊക്കെയാണ് സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലല്ലോ. ഇവിടെ കർത്താവായ ദൈവം സർവശക്തിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഭാഗ്യ പദവിയിലേക്കല്ലേ ദൈവമക്കളെ നമ്മളും ആയിരിക്കുന്നത്. ആ ഒരു സ്വർഗീയ സന്തോഷത്തിലല്ലേ നമ്മളും ആയിരിക്കുന്നത്. കാരണം നമുക്ക് ആ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, എല്ലാത്തിനും ആ പരിശുദ്ധനായ ദൈവത്തെ, വന്നവനും വരുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനുമായ ആ സർവശക്തിയുള്ള കർത്താവിനെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ ഈ ഭൂമിയിലും സ്വർഗത്തിലും സാധിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാരണം ആ പരിശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന പാപം ഉള്ള ആ ഒരു വശമുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ വായിച്ചല്ലേ, പാപം ചെയ്യാതിരുന്നാൽ പാപം ചെയ്യുന്ന ഒരു സൃഷ്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോലെ അത്തരം ഒരു ദൈവത്തിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പാപം ചെയ്യാതെ പാപമില്ലാത്തവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങളെ ദൈവം സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതിനും കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞാൽ ആ സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയുക, ആ പരിശുദ്ധനായ ദൈവത്തിലേക്ക് ഇരിക്കുക. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ അവിടെ വെച്ച് തന്നെ ക്ഷമിച്ച് നിങ്ങൾക്കൊരു ആത്മീയ സന്തോഷവും ഒരു ഭൗതിക സന്തോഷം തരുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, ഞങ്ങൾ പൂർണ്ണമായും. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ബഹുദൈവ വിശ്വാസികളെ അശുദ്ധരായിരിക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരണം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, സകലർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാനാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആ ദൈവം പ്രവർത്തിച്ചാൽ അത് തടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം കർത്താവായ യേശുക്രിസ്തു എന്ന അതുല്യ നാമത്തിൽ
നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.